പശ്ചിമേഷ്യയിൽ അശാന്തി പടർന്നു തുടങ്ങിയിട്ട് നാളുകളേറെയായി. 2006 ആക്രമണം നമുക്കറിയാം. അന്ന് ആയിരക്കണക്കിന് മനുഷ്യർ കൊല്ലപ്പെട്ട വലിയ യുദ്ധം സംഭവിച്ച ഒരു സ്ഥലമാണ് ഇവിടെ. അതിനുശേഷം ആ യുദ്ധത്തിന് ശേഷം ലെബനിലടക്കം ഇസ്രായേൽ നടത്തുന്ന വലിയ ആക്രമണത്തിനാണ് ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. ഏതാണ്ട് 1600ഓളം കേന്ദ്രങ്ങൾ, ലെബനിലെ ഹിസ്ബുള്ളയുള്ള 1600ഓളം കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ ആക്രമണം എന്ന കാര്യമാണ് പുറത്തു വരുന്നത്. തിരിച്ചും ലെബനൻ ഇസ്രായേലിനെ തിരിച്ച് 200ഓളം മിസൈലുകൾ ഇസ്രായേലിലേക്ക് തൊടുത്തു വിടുന്നുണ്ട്. പക്ഷേ അത് ഇസ്രായേൽ പ്രതിരോധ സംവിധാനങ്ങൾ തകർക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ഇതുവരെ മരണം 500 കവിഞ്ഞു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേറ്റ പശ്ചാത്തലം കൂടി ചേർത്ത് വായിക്കുന്നു. അമേരിക്ക കൂടുതൽ പട്ടാളത്തെ അങ്ങോട്ടേക്ക് അയക്കും ഈ മേഖലയിലേക്ക് എന്നറിയിച്ചിട്ടുണ്ട്. ഈ ലെബനൻ മറ്റൊരു ഗാസയാവരുത് എന്നുള്ള നിർദ്ദേശം UN ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന സാഹചര്യം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. അങ്ങനെ ഇന്നലെ രാവിലെ മുതൽ വ്യോമാക്രമണം തുടങ്ങിയ വടക്കൻ മേഖലകളിൽ ഇപ്പോഴും യുദ്ധസമാനമായ കാര്യങ്ങൾ തന്നെ സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഒരു പ്രദേശത്ത് ഒരുപാട് ആളുകൾ, സാധാരണക്കാർ കൊല്ലപ്പെടുന്നു. ഹിസ്ബുള്ളയാണ് ലക്ഷ്യം വെക്കുന്നത് എന്ന് ഇസ്രായേൽ പറയുമ്പോഴും മരിക്കുന്നത് കുട്ടികളും സ്ത്രീകളും അടക്കമുള്ള സാധാരണക്കാരാണ് എന്നുള്ള ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യം കൂടിയുണ്ട്. അതും വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇവിടെ അമേരിക്കയുടെ ഇടപെടൽ ഉണ്ടാകുന്നു. റഷ്യ ചില പരാമർശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നു. ഇറാൻ ഇവിടെ ഇടപെടും എന്നുള്ള ഭീതിയുണ്ട്. അങ്ങനെ ആകെപ്പാടെ ഇസ്രായേൽ പോലെ ഒരു രാജ്യം ഈ മേഖലയെ ഒട്ടാകെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. സുബി വിശ്വനാഥ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. സുബി, ഇന്നലെ രാവിലെ തുടങ്ങിയ ആക്രമണമാണ്. നമുക്കറിയാം 500-നടുത്ത് മരണങ്ങൾ ഇതിനകം റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ എന്താണ് ഏറ്റവും പുതിയ സാഹചര്യം? ആക്രമണം തുടരുമെന്ന് തന്നെയാണോ ഇസ്രായേൽ അറിയിക്കുന്നത്? സുബി. രഞ്ജിത്ത്, പശ്ചിമേഷ്യയിൽ സമാധാനം ഇനിയും അകലെയാണ് എന്ന് തന്നെയാണ് സംഭവ വികാസങ്ങൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസമുണ്ടായ ആക്രമണത്തിൽ വ്യോമാക്രമണമാണ് ഇസ്രായേൽ നടത്തിയത്. ആ വ്യോമാക്രമണത്തിൽ 492 പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. മരണസംഖ്യ ഇനിയും ഉയരുമെന്നാണ് കണക്കുകൾ നൽകുന്ന സൂചന. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 1645 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ 58 പേർ കുട്ടികളും 38 സ്ത്രീകൾക്കുമാണ് പരിക്കേറ്റിരിക്കുന്നത് എന്ന വിവരമാണ് പുറത്തുവരുന്നത്. അത്യന്തം ദയനീയമായ കാഴ്ചയാണ് ലെബനിൽ നിന്ന് കാണാനാകുന്നത്. ആളുകൾ കൂട്ടപലായനം ചെയ്യുന്നതിനാൽ തന്നെയും റോഡുകളിലെല്ലാം തന്നെ വലിയ ബ്ലോക്കുകൾ അനുഭവപ്പെടുന്നു. ഭക്ഷണവും വെള്ളവും ആവശ്യത്തിന് മരുന്നും കിട്ടാതെ വിഷമിക്കുന്നവർ അനവധിയാണ്. വലിയ ദയനീയമായ കാഴ്ചയാണ് ലെബനിൽ നിന്ന് ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം ആണ് പേജർ സ്ഫോടനം നടത്തി ഇസ്രായേൽ ലെബനെയും അന്താരാഷ്ട്ര സമൂഹത്തെയും ഞെട്ടിപ്പിച്ചു കളഞ്ഞത്. കഴിഞ്ഞ കുറേ നാളുകളായി മൊബൈൽ ഫോണുകൾക്ക് പകരം ആശയവിനിമയത്തിന് പേജറുകളായിരുന്നു ലെബനനിലെ ഹിസ്ബുള്ള ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഈ പേജറുകളിലേക്ക് കൂടെ കടന്നു കയറി ആക്രമണം നടത്തുകയായിരുന്നു ഇസ്രായേൽ ചെയ്തത്. അതിനുശേഷം വോക്കി ടോക്കികളിലൂടെ ആക്രമണം നടത്തി. എന്നിട്ട് അതിനുശേഷം പിന്നീട് സോളാർ പാനലുകളെയും മറ്റും ആക്രമിക്കുന്ന തലത്തിലേക്ക് നീങ്ങി. ഇപ്പോൾ വീണ്ടും വ്യോമാക്രമണം ശക്തമാക്കിയിരിക്കുകയാണ്. ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് വ്യോമാക്രമണം നടത്തുന്നത് എന്നാണ് ഇസ്രായേൽ അറിയിച്ചിരിക്കുന്നത്. എങ്കിൽ കൂടിയും സാധാരണക്കാരാണ് മരിച്ചവരിൽ ഏറെയും ഉൾപ്പെടുന്നത് എന്നതാണ് കണക്കുകൾ പുറത്തുവരുന്നത്. മനുഷ്യ ഷീൽഡായി ഈ ഹിസ്ബുള്ള സാധാരണക്കാരെ ഉപയോഗിക്കുകയാണ് എന്നൊരു ആരോപണമാണ് ഇസ്രായേൽ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ളയുടെ ആക്രമണം തുടരുന്ന സാഹചര്യത്തിൽ ഇനിയും ആക്രമണം തുടരും എന്ന സൂചനകൾ തന്നെയാണ് ഇസ്രായേൽ നൽകുന്നത്. അതിർത്തി പ്രദേശങ്ങളിൽ നിന്ന് ഇസ്രായേൽ ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. അതേസമയം ഹിസ്ബുള്ളയും ഈ ആക്രമണത്തിൽ പിന്നോട്ടില്ല. 200 മിസൈലുകൾ, റോക്കറ്റുകൾ ഹിസ്ബുള്ള ഇതിനോടകം തന്നെ ഇസ്രായേലിലേക്ക് വിക്ഷേപിച്ചിട്ടുണ്ട്. ഈ ആക്രമണം തുടരും എന്നാണ് ഹിസ്ബുള്ളയും വ്യക്തമാക്കുന്നത്. ഇപ്പോൾ കേണൽ ഡിന്നി നമ്മോടൊപ്പം